സമയം ഇപ്പോൾ ഏകദേശം 11:55 കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നീട് ഒരിക്കൽ നമുക്ക് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് എൻ്റെ ഒരു ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് എനിക്ക് കേക്കൊക്കെ മുറിച്ച് തന്നിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ നമ്മളിങ്ങനെ ഉള്ള സമയത്ത് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കണം കേട്ടോ. അപ്പോൾ അവരൊക്കെ കിടന്നുറങ്ങിയിരിക്കണം. ഞാൻ ഇവിടെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കണത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഇങ്ങനൊരു സ്ഥലത്ത് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ കൂടെ തന്നെ നമ്മളുള്ളത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അവർക്കൊന്നും അറിയില്ല എൻ്റെ ബർത്ത്ഡേ ആണെന്നൊന്നും വേണ്ടിയില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകണതിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ആയിരിക്കും അതും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഊട്ടിയിൽ പല സ്ഥലങ്ങളും ഇത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായിരിക്കും കാണാൻ പോകേണ്ടത്. അവർ ചിലപ്പോൾ ഇതൊന്നും അറിയണ്ടാവില്ല. അവർ ഈ വ്ളോഗ് വരുമ്പോഴാകും അവർ അറിയണ്ടാവുക. അപ്പോൾ സെറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണാം. ഇപ്പോൾ സമയം ഏകദേശം 6 മണിട്ടാണ്. ഞാൻ കുറച്ച് നേരത്തെ നീച്ച് നമുക്കൊരു 9 മണിയാകുമ്പോഴൊന്ന് ഒഴിവായി കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഊട്ടിയിൽ രാവിലത്തെ കാഴ്ച എനിക്ക് കാണിച്ചിട്ടുണ്ടേ. അതിന് വേണ്ടി ഞാൻ നേരത്തെ നീച്ചാട്ടാ. ഇവിടെ നല്ല മഞ്ഞുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു മീ. രാവിലത്തെ വ്യൂ കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്നായിട്ട് നോക്കുമ്പോൾ വല്ലാണ്ട് കോടല്ല, പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ കോട. വണ്ടിമേലൊക്കെ കണ്ടില്ലേ, ഫുള്ള് വെള്ളയിക്കണം. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിനെ പേട്ടാ, ഹോട്ടൽ ഗേലോട്ട്. അവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടില്ല, കാണൊരു പള്ളിയാട്ടാ. ഇത് പിന്നെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. പിന്നെ അവിടേക്ക് ആ ഭാഗത്തൊക്കെ നമ്മൾ തന്നെ നടന്നു പോയത് കേട്ടോ. ആ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ നടന്നു പോയത്. റോസ് ഗാർഡനും അതുപോലെ തന്നെ ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ ഉള്ളത് അവിടെ കേട്ടോ. ഞാൻ എന്തായാലും അവിടെ ഇറങ്ങിയിട്ട് ഈ ഹോട്ടലിൽ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ല ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള. ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പൂ. ഇതൊക്കെ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഹോട്ടൽ ഗേലോട്ട്. നമ്മൾ താമസിക്കണ ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാട്ടാ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. 3 ആൾക്ക് അധികം റെൻ്റൊന്നും ആയിട്ടില്ല, ചെറിയ പൈസ ഉള്ളൂ. ഇനി ഈ ഭാഗത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ വന്ന് താമസിക്കുക. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട്. നല്ല തണുപ്പാണ് ഇപ്പോൾ, നല്ല സുഖമുണ്ട്. നമ്മളാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴല്ലോ ഒരു പ്രത്യേക സുഖം. ആ കൂട്ടും ചൂടൊക്കെ ഉണ്ട് ഒഴിവായി. എൻ്റെ കൈമലൊക്കെ നിറച്ച് ചൂടുകൂരം തീർന്നിട്ട് അതെല്ലാം പോയി. എന്താ ചെയ്യുന്നത്, കുറച്ചേരം അവിടെ നടന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ തീരുമാനിച്ചിരിക്കുന്നു. നല്ല സുഖം, നല്ല സുഖം. ചെക്കന്മാരാണ് ഇപ്പോൾ നീച്ചിട്ട് കേട്ടാ. അവർ 8 മണിയാകുമ്പോൾ നീക്കോട് പറഞ്ഞിരിക്കണം. ചോമോൻ ലാസ്റ്റ് 8 മണിയാകുമ്പോൾ നീക്കോട് പറഞ്ഞിട്ടില്ല. കുറച്ചും കൂടെ ഫോട്ടോ എടുക്കാണ്ട് 2 ഡ്രസ്സ് കൂടെ ഉണ്ട്, ആയിട്ടും കൂടെ ഫോട്ടോ എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രസമല്ല, ഉമ്മ എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. എന്നാണ് പരിപാടി. ഈ പോണത് ഇവിടുത്തെ ഒരു ലൈൻ ബസ്സാട്ടാ ഈ പോണത്. രാവിലെ അങ്ങനെ ആളുണ്ടാവില്ല. എന്തായാലും അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. കേട്ടില്ല, വണ്ടിമേലൊക്കെ ഫുള്ള് കോട അല്ല മഞ്ഞയിക്കണ്ടില്ലേ. വൃത്തി എന്ന് പറയുന്ന സാധനം കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡിനും നല്ല പൈസ കേട്ടോ. എന്താണ് ഞങ്ങൾ അവിടെ കാണുന്ന ചെറിയ ഹോട്ടല്, അതിനാണ് ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചത്. അവിടെ ഒരു പുട്ടന്താണ് സാധനത്തിൻ്റെ പേര് കല്ല, എന്താണ് അതിനൊക്കെ റേറ്റ് കുറവുണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ സാധനത്തിന് വില കുറവുണ്ട്. അയ്യോ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. സോ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പോയിട്ടൊരു ചായ അടിക്കട്ടെ കേട്ടോ. അവിടെ ചായ അടിപൊളി ടേസ്റ്റാണ്. 10 രൂപ ഇട്ട് ചായക്ക്. ടേസ്റ്റ് പറഞ്ഞാൽ ടേസ്റ്റ് ചായ. നമ്മൾ വന്ന പാട് സത്യം പറഞ്ഞാൽ
മുന്നേ ഇതേപോലെ പ്രാവശ്യം വന്നിട്ടുണ്ടാവും. അന്നും ഇവിടുന്ന് ചായ അന്ന് ഇഷ്ടപ്പെട്ട ചായയാണ്. ഇന്നുമായിട്ട് എത്ര പൂര ചായ അടിച്ചെന്നറിയോ? ഇന്നലെ ഞാൻ രാത്രി ഏകദേശം ഇന്നലെ നമ്മൾ 7 ചായ 8 ചായ എന്തോ കുടിച്ച്. ഇവിടുത്തെ മുല്ലപ്പൂവിൻ്റെ കച്ചവടക്കാർ വന്നിരിക്കുന്നു. എപ്പോഴും ഉണ്ടോ ഫ്രഷ് ആയിരിക്കും, ഫ്രഷ്. ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഊട്ടി ബസ് സ്റ്റാൻഡിലോട്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ആളില്ല, ആദ്യത്തെ പോലെ ആളില്ല. ഇവിടെ മുല്ലപ്പൂ വെച്ചോണ്ടിരിക്കുന്നു. ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ആ ചായ ഉള്ളിട്ട്. ഞാൻ അവിടെ പോയിട്ട് ചായ കുടിക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ചായ ഇട്ട അടിപൊളി ചായയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ടയുണ്ട്. ഞാൻ ആ ഉണ്ട കാണിച്ചത് ഇരിക്കുന്ന ഉണ്ട, അതും ഭയങ്കര ടേസ്റ്റാണ്. ഈ ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഈ സൈഡിലായിട്ട് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു തരികയാണ്. ജോമോനെ വിളിക്കട്ടെ പെട്ടെന്ന്. ജോമോൻ പറഞ്ഞിങ്ങനെ ജോമോനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ടൈപ്പൊന്നുമല്ല. എൻ്റെ അടുത്ത 2 സുഹൃത്തുക്കളുണ്ട്, നിസാമും ഫാസിലും. ഇവരെങ്ങനെ വന്നാലും എനിക്ക് വിഷയമായിരിക്കും. എല്ലാ വർഷം 12 മണിയാകുമ്പോൾ എനിക്ക് വിളിച്ചിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ നിന്നെ അറിയിക്കും. അതെല്ലാ വർഷവും ഒരു മുടങ്ങാതെ അറിയിക്കും കേട്ടോ. അപ്പോൾ അവരോട് രണ്ടാളോടും ഭയങ്കര താങ്ക് യു സോ മച്ച്. ഞാൻ പോയിട്ട് ജോമാനെ വിളിക്കട്ടെ, എന്നിട്ട് അടുത്ത ഡ്രസ്സ് മാറിയിട്ട് ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ അടുത്ത ഫോട്ടോ എടുക്കാനുള്ള പരിപാടിക്ക് നമ്മളിതവിടെ സ്റ്റാർട്ടാകാൻ വേണ്ടി പോവാണ്. ഇപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് അതാണ് ഇപ്പം ഇത്ര ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നൊരു നോക്ക്. നമ്മൾ കണ്ണാടി വെച്ച് നോക്കണം എങ്ങനെ ഉണ്ടാവും നോക്ക്. അപ്പം ജോമോനും ഞാനും കൂടെയാണ് പോണത്. ആശിർ 2 വർഷത്തെ ഫോട്ടോ കിട്ടിയിരിക്കുന്നതാണ് ആശിർ പറഞ്ഞത്. അതുകൊണ്ട് ആശിറില്ല. ലസർ പെട്ടെന്ന് ചെക്കതവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരാളെ കിടന്നുറങ്ങുന്നു. ഇതാണ് ഞങ്ങളെ മെയിൻ സ്പോട്ട്, ഫോട്ടോ എടുക്കണ മെയിൻ സ്പോട്ട് ഇതാണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുക്കൽ പരിപാടിയെല്ലാം കീഴിരിക്കുന്നു. ജോമോൻ ഷർട്ട് മാറിയിട്ട് ആസിൻ്റെ ഷർട്ട് ഇട്ടിട്ടുള്ളത്. സോ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. എന്നിട്ട് പോകാനായിരിക്കണം. ഞങ്ങൾ 8 മണിയാകുമ്പോൾ തിരിച്ചു പോകട്ടോ. അയ്യോ ഫ്രണ്ടിൽ പോയേക്കില്ല. നമ്മൾ റൂമിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങേണ്ടതാണ് ആശിറേ? 8 മണിക്ക്. ഈ ആശിർ കാരണം 1 മണിക്കൂറാണ് ഒരു കുളിക്കാടുത്ത സമയം. എന്തൊരു ഡയലോഗ് അടിച്ചതല്ലോ എൻ്റെ ഫോണിൻ്റെ കാര്യത്തിലേക്ക്. രണ്ടാളും കൂടെ എന്തൊരു ഡയലോഗ് അടിച്ചതല്ലോ. പിന്നെ കിട്ടില്ല. അപ്പോൾ നമ്മൾ വന്നതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട ഉണ്ടല്ലേ. ഇവിടെയും സെറ്റാണ്. ഇവിടെ ഞാൻ കിടന്ന ഭാഗം ഞാൻ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. എൻ്റെ ബാഗൊക്കെ അവിടെ സെറ്റാണ്. എല്ലാം ഇവിടുത്തെ നമ്മൾ ഫോട്ടോ എടുക്കലും പരിപാടിയും എല്ലാം കഴിച്ചിരിക്കുന്നു. ഇനി ഒരു മിറർ ഫോട്ടോ എടുക്കുക. ഇവിടെ നമ്മൾ ടാറ്റ ബൈ ബൈ അടിക്കുന്നതായിരിക്കും അല്ലേ ജോമോൻ? സെറ്റ്. അപ്പോൾ എല്ലാവരോടും ഊട്ടിക്ക് വരാൻ സജസ്റ്റ് ചെയ്യുക. ചൂട് കാരണം ഊട്ടിക്ക് വരാം. ഞങ്ങൾ വന്നിട്ട് സത്യം പറയാലോ ഇതുവരെയായിട്ട് 3 ആളും കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. നിങ്ങൾ അറിഞ്ഞ എൻ്റെ ബർത്ത്ഡേ ആണ് ചങ്ങായിമാരെ. അത് ഞാൻ പറയില്ല. അത് ഞാൻ അവർ പറയട്ടെ, കമന്റ് ചെയ്തിട്ട് പറയട്ടെ. വയസ്സ് പറയല്ല കേട്ടാ, വയസ്സ് പറയാൻ പാട്. 26 24 അപ്പൊ കൺഫ്യൂഷനായി. അപ്പൊ നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാം. ഇവര് പറഞ്ഞ വയസ്സൊക്കെ തെറ്റട്ടെ. അപ്പൊ നിങ്ങൾ സത്യം മെൻഷൻ ചെയ്തിട്ട് പറയണ എത്ര വയസ്സായിക്കണെന്ന്. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ. മതിലിനെ പ്രണയിച്ചവൻ. അങ്ങനെ എനിക്ക് 2 ബോഡി ഗാർഡ്സിന് കിട്ടിയിരിക്കുകയാണ്. ഇവർ രണ്ടാളും ഒരുപോലെ ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത് ഉണ്ടല്ലേ. സംഭവം സെറ്റല്ലേ. ഈ ഡ്രസ്സ് വന്ന് മോജ ഔട്ട്ഫിറ്റ്സ്, ഇത് വന്ന് കൂട്ടായി ഔട്ട്ഫിറ്റ്സ്. സോറി എന്തൊരു പട്ടാമ്പി അല്ലേ, കുറ്റിപ്പുറം. അതാ. അപ്പോൾ ബിഗ് ബോസ് വീട്ടിൻ്റെ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ടാറ്റ ബൈ ബൈ സി യു അടിക്കുന്നു. നമ്മൾ നിന്ന ആ സുന്ദരമായ റൂമിനോട് നമ്മളിതാ ടാറ്റ ബൈ ബൈ പറഞ്ഞിരിക്കുന്നു. ഐഷ് പ്രാവ് പറക്കുന്നുണ്ടല്ലേ. ഇനി നമ്മൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടെ യാത്ര ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നല്ല മുഹൂർത്തങ്ങൾ ഗായ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. നല്ല നല്ല ട്രിപ്പ് അനുഭവങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. സ്വയമേ ഞങ്ങൾ ആശംസിക്കല്ലേ. ഇവിടെ പ്രേമരൂത്തെ നെസ്ലിൻ്റെ ലുക്കിൽ എൻ്റെ ബാക്ക് സൈഡ് മുടിയാണ്. എന്താ എനിക്ക് വേണ്ടി ഒരു ഫോട്ടോ കൂടെ അല്ലേ? ഫോട്ടോ എടുക്കാം. വൈ ആസറിനെ വിളിക്കും.
എടാ ആശിറ ഈ ഡ്രസ്സിൽ അടിപൊളിയായിട്ടാ മതിയടാ ഞാൻ പോവല്ലേ. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടാ, എന്നിട്ട് അതിൻ്റെ ശേഷം നേരെ ലേക്കിൽ പോകണമായിരിക്കും. എടാ ആ ലേക്കിൻ്റെ പേരറിയോ? എന്തോ ഒരു ലേക്കാണ് ആ ലേക്കിൻ്റെ പേര് നമുക്കറിയില്ല. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. നമ്മളെ ബാഗ് ബാഗ് ഇവിടെ സെറ്റാണ്. വെയിൽ കുറച്ച് കൊണ്ടാലോ ഒന്ന്, നാളെ വെയിൽ വെല്ലാം കൊള്ളൂ ഇല്ലടാ ചോമാനെ. ഇന്ന് കൊള്ളാം. അങ്ങനെ വെയിലൊക്കെ കൊണ്ടു നടക്കാനുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമല്ലേ അല്ലേ ചോമാൻ? എന്താ പറയുള്ളത്? നാളത്തെ വെയിലിനെ പറ്റിയ എൻ്റെ അഭിപ്രായം എന്താ? സങ്കടം, ഒരു ഒന്നൊന്നര സങ്കടം. ഇപ്പോൾ 2 മണിക്ക് 3 മണിക്ക് 4 മണിക്കൊക്കെ നടക്കാൻ ഭയങ്കര സുഖമാണ് ഇവിടെ. എന്താണ് ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അല്ലേ. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞതാണ് ചൂട് കൂടുതലാണെന്ന് അവർക്ക്. നമുക്ക് എന്നാലും നമുക്ക് അതെ നമ്മൾ സ്വർഗത്തിലെത്തിയ പോലെ. നമ്മളിപ്പോൾ ബോട്ട് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. ജോമോനും ആസിറും ഇവിടെ സെറ്റാണ്. എന്താ എടുത്തരണ്ടേ ഇപ്പൊ നിങ്ങളെ ഫോട്ടോ? എവിടെ ബസ്? ഇത് വരുന്ന ബസ് എല്ലായിടത്തേക്കും ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ വെറുതെ മണ്ടിച്ചൊക്കെ വരുന്നത്. മണ്ടിച്ച് വരുന്ന ആവശ്യമില്ല. നമ്മൾ ചിലവ് ചുരുക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി വന്നിട്ടുള്ളത്. അടുത്തരാം. എടാ നിങ്ങൾ ഇരട്ടകളെ പോലെ ആയിരിക്കുന്നു ഡ്രസ്സ് സെൻസ്. നീക്കാ ഷർട്ടിട്ട് ഫോട്ടോ എടുക്കണമായിരുന്നു. ജോമോനെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. അതുണ്ട്. എന്നിട്ടാ അതേപോലെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാനില്ലേ? അവനൊക്കെ എടുക്കണില്ലേ? വ്ളോഗ് എടുക്കാനല്ല, ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാനും. എവിടെ പോണു അടുത്ത വരല്ലേ നമ്മൾ ഇൻഷാല്ലാ അതൊക്കെ സാധിപ്പിക്കുന്നതായിരിക്കും. അതറ അങ്ങോട്ട് പോകണ്ടല്ലോ, ഒരു ടീം കുറേ ടീം ഉണ്ടല്ലേ. എത്രയാണെന്ന് ചോദിച്ചാൽ അതിൽ കയറണം. നമ്മൾ ഡ്രൈവ് ചെയ്യണ്ടേ? നമ്മൾ ഡ്രൈവ് ചെയ്യണ വേണ്ട അല്ല, നമ്മളിങ്ങനെ ചവിട്ടി പോണ വേണ്ട. അത് വേണ്ട കേട്ടോ, അത് കുറച്ച് റിസ്ക് ആണ്. സ്പൂണൊക്കെ അക്കപ്പട കൂട്ടാണ്ട് മതി. നമ്മൾ സത്യം പറഞ്ഞാൽ ഊട്ടി വന്ന വെച്ചാൽ ടോയ് ട്രെയിനിൽ കയറായിരുന്നു നമ്മൾ ആഗ്രഹം കേട്ടോ. ആരെ ഇവൻ്റ് 11 ആഗ്രഹം അതായിരുന്നു. പക്ഷേ അത് നടക്കാതെ വന്നു. കാരണം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി ഞാനിവിടെ മിനി ട്രെയിൻ ഉണ്ട് ഇവിടെ, നമ്മൾ അതിൽ കയറാൻ വേണ്ടി പോവാണ്. പറയാ മിനി ഊട്ടി പോകണമെങ്കിൽ മിനി ഊട്ടി പോവാം. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇപ്പോൾ വരും. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത ട്രെയിൻ അതാ വരുന്നുട്ടോ. ചെറിയ സൗണ്ടിൽ ടക്ക് 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 സൗണ്ടിലാണ് വരുന്നു. ജോമോൻ ഇവിടെ വാ. എൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി നമ്മളിതിൽ കയറാൻ നിൽക്കുന്നുണ്ട്. ഈ കാണാതെ അവിടെ പോയി ഫോട്ടോ എടുക്കുക. ഇതൊക്കെ കാണുക. നമുക്കിങ്ങനെ തിരിച്ച് കാണാം. നമുക്ക് രണ്ടാക്കും കൂടെ കാണാം. ട്രെയിനെ പറ്റിയതാ. മെല്ലെ പോകുള്ളൂ കേട്ടോ. ഞാനെന്തായാലും ട്രെയിനിൽ കയറി നിൽക്കട്ടോ. അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആശ്രയിരിക്കണം അവിടെ. ജോമാന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് കയറുന്നത് കാരണം ഈ ഫ്രണ്ടിൽ നിലങ്ങൾക്കും കൂടെ വ്യൂ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അത് കാരണം ഇതിൽ തന്നെ കയറാം, ഫ്രണ്ടിൽ തന്നെ കയറാം. ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ. 60 രൂപ. ഇതാണ് ട്രെയിനിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. നമ്മൾ ട്രെയിൻ ഇതാ മെല്ലെ എടുത്തിരിക്കുന്നു. നിങ്ങളുടെതാ സ്റ്റേഷനിൽ നീങ്ങിയിരിക്കുന്നു. മെല്ലെ പോകണം കേട്ടോ. പക്ഷെ കുറച്ച് ജർക്കിങ് ഉണ്ട് അല്ലേ? ഇല്ലടാ, ചെറിയ ജർക്കിങ്. അപ്പോൾ നമ്മൾ ടണലിൽ കയറാൻ വേണ്ടി പോവാട്ടാ. ഇപ്പം കയറും. ആശ്രത്തിൽ വന്നിട്ട് എന്താണ് ആശ്രം എന്തിനാ ട്രിപ്പ് വന്നാ റീൽസ് വന്നാ വീട്ടിൽ വരുന്നപ്പോഴും അപ്പോൾ ഓന് ഇറങ്ങിയിരിക്കുന്നു. ട്രെയിനിന്റെ സൗണ്ട് പക്ഷേ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളിപ്പോ ടണലിനുള്ളിൽ കയറിയിരിക്കുന്നു. കടലിൽ തീർന്നിരിക്കുന്നു. കാട്ടില് നമ്മളിപ്പോൾ ലാസ്റ്റ് പർച്ചേസിങ് ഇറങ്ങിയത് കേട്ടോ. അത് 6 മാസത്തിന് പാകോടാ ഒരു സെൻറ്റിലെ അടിപൊളി. 250 250 അത്രയൊക്കെ തന്നെ ഉള്ളു.
കുഴപ്പമില്ലടാ 250 ഒക്കെ ഉണ്ട് ഇതിന്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലാ കളറും കാണാൻ. പക്ഷെ ഇതൊക്കെ ഇഷ്ടമായി, ഇത് രസമല്ല കാരണം ഈ ഷോപ്പിൽ ഫുള്ള് തണുപ്പിൻ്റെ സാധനങ്ങളായിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഇട്ട് നോക്കി എങ്ങനെയുണ്ട് ലുക്കല്ല. മീൻകാരൻ്റെ നിൽക്കുന്നുണ്ട് ഞാട്ടപ്പം. ഇവരെന്തൊക്കെ വാങ്ങണുണ്ട്, ഒരു അഞ്ചത്തിമാർക്കൊക്കെ എന്തൊക്കെ വാങ്ങണ്ടേ, നമുക്ക് അഞ്ചത്തില്ലല്ലോ. അവിടെ ഫിക്സായ കഴിഞ്ഞ എന്നോട് ആരും ഞാൻ മാത്രമല്ല ഇവിടെ ചെറിയ കുട്ടിയുള്ളൂ. പറയും 28 വയസ്സല്ലടാ, 26 വയസ്സ്. ഇവിടെ 28 പറയല്ലേ. നമ്മളെ റൂമിലോട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവസാനം ടാറ്റയും കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലേക്കുള്ള പറഞ്ഞില്ല, തിരിച്ച് ഞങ്ങൾ എന്താണ് അടുത്ത സ്പോട്ടിൽ പോകും. സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂർക്ക് ബസ് കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ കോഴിക്കോട് ബസ് കയറും, അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് ബസ് കയറാം. നമ്മൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. കുറച്ച് സ്ഥലങ്ങൾ കാണാൻ, അതിനാണ് നമ്മൾ. അങ്ങനെ ഊട്ടിയോട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു. ഇനി ഞങ്ങൾ നേരെ ആദ്യം ഗൂഡല്ലൂർ ആയിട്ടാണ് പോണത്. എടാ ജമാൻ ഗൂഡല്ലൂർ അവിടെ നിന്ന് നേരെ നമ്മൾ എവിടേക്ക് പോകും? കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ഇതായിരിക്കും തീരുമാനിച്ചിട്ടാ, അറിയില്ല. അവിടുന്ന് എങ്ങനെയാണ് ബസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പോകുന്നതായിരിക്കും. സോ എൻജോയ് ദ ബസ് ജേണി. സോ ഇത് നമ്മൾ സെൽഫി ആട്ടോ. ജോമോനെ എൻ്റെ മുടി നേരത്തെ പറയണം മുമ്പ് പറഞ്ഞില്ല, കട്ട് ചെയ്ത് വെച്ച് നിർത്തി. നമ്മളെ പുതിയൊരു സിനിമ ഇല്ല, പ്രേമലു എന്ന സിനിമ ഉണ്ടല്ലോ, നെസ്ലി എന്നറിയോ? നെസ്ലി പറയിപ്പിച്ചല്ല, ബാക്ക് കൂടി ഇറക്കിക്കുന്നു. ഒരു 3 ദിവസത്തിന് ശേഷമായിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോണത്. ഗൂഡല്ലൂർ എത്തിക്കണം നമ്മളിപ്പോൾ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിയാണ്. പർച്ചേസ് ചെയ്ത് ഇവിടെ നിന്നിട്ട് പർച്ചേസ് തിരൂർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ജോമോന് ഒരു മാല എടുത്തേക്കാണ്. ജോമോൻ്റെ പെണ്ണിന് ആശയം എന്താണ് കൊടുക്കണം നമുക്കറിയില്ല. എനിക്ക് പെണ്ണില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിട്ടില്ല കേട്ടോ. ഞാൻ തിരിക്കാം. ഒന്ന് ഇളനീർ ഷേക്ക് ഓർഡർ ആക്കിക്കണ്ട തിരൂർ വന്നിട്ട്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചായയൊക്കെ മാറി ജ്യൂസ് ആയിരിക്കുന്നു. ഇവരൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ ഒറിജിനൽ ഇളനീരുള്ളത്, അത് നമ്മൾ ഇവിടെ തന്നെ വന്ന് കുടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇവിടെ കഴിച്ചോ. ജോമോനെ ഇളനീർ ഷേക്ക് എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? ആശ്ര എങ്ങനെയുണ്ട്? ആശ്ര അതാണ് നിങ്ങൾ ഊട്ടിയിൽ ചായ കാണിച്ചു തന്ന്, ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഷേക്ക് കാണിച്ചു തന്നു. അതാണ്. അങ്ങനെ ട്രിപ്പും പരിപാടികളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം നമ്മൾ വിചാരിക്കണം മൈസൂർ പോകണം എന്നാട്ടോ ഉദ്ദേശിക്കണത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വർഷമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഊട്ടി പോകുന്നുണ്ടാവും. അത് നമ്മൾ ഇത്രയും ഡ്രസ്സുകൾ കണ്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തല്ല, നിങ്ങൾ കണ്ടതല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബർത്ത്ഡേ നമ്മൾ ഊട്ടിയിൽ അങ്ങ് ആഘോഷിച്ചിരിക്കുന്നു. താങ്ക് യു. അപ്പോഴത്തെ ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മളെ ചെക്കൻ്റെ അവിടെ വന്നിരിക്കുന്നു. ചെക്കൻ മിനി ഊട്ടി പോയേക്കാൻ കേട്ടോ അതിരിക്കുന്നു. അതെനിക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ പുതിയൊരു ട്രിപ്പുമായി പുതിയ ഏതെങ്കിലും ദിവസങ്ങൾ കാണാം. അതുവരേക്കും ബൈ.